നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഭാവനെ, നീ കാണിച്ചത് ത്യാഗമാണെന്നൊന്നും ഞാൻ പറയില്ല. ശുദ്ധ വിവരക്കേടാണെന്നേ ഞാൻ പറയൂ. ബാക്കി നിങ്ങളുടെ ഇഷ്ടം. ആരുടെയെങ്കിലും താളത്തിന് തുള്ളുന്നതിന് ത്യാഗമെന്നല്ല പറയേണ്ടത്, വിഡ്ഢിത്തം എന്നാ പറയേണ്ടത്. എന്താ രമേശ? പെങ്ങളെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് അമ്മേ. സേതുവണ്ണം ഭയങ്കര കരച്ചിലാണ് പെങ്ങളെ. അതെന്തിനാ? ഭാവന മോളുടെ ഭാവി പോയി എന്ന് പറഞ്ഞാൽ കരയുന്നത്. എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. എന്നിട്ട് ഏട്ടനെവിടെ? അപ്പുറത്തിരിപ്പുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യാനാണ് പെങ്ങളെ? പാചകത്തിന്റെ ഒരു കാര്യത്തിലും സേതു തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. എന്തായാലും പെങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണ്ടായിരുന്നു. ഇതോടെ നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷം പോകുന്നാ തോന്നുന്നത്. നീ ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? പറ്റുമെങ്കിൽ ഭാവന മോള് സേതുവിനെ വിളിച്ചൊന്ന് സംസാരിക്കണം. ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ. സേതുവേട്ട മനസ്സിലോടെയാ ഈ പാചകം ഏറ്റെടുത്തത് തന്നെ. ഇനി അതിന്റെ പേരിൽ കൂടി തുടങ്ങാതിരുന്നാ മതിയായിരുന്നു. ഭാവനെ, കുടുംബത്തിലെ എല്ലാരെയും വേദനിപ്പിച്ചിട്ടാ നീ വലിയ ത്യാഗം ചെയ്യാൻ പോന്നെ. അമ്മേ, എന്റെ ബലമായ സംശയം നമ്മൾ കരുതുന്ന പോലെ ഒന്നും ആയിരിക്കില്ല കാര്യങ്ങൾ. ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു കുലുക്കോ ഇല്ലാതെ ഇവിടെ ഇരിക്കണമെങ്കിൽ ഉറപ്പായിട്ടും മറ്റെന്തോ കാര്യം കൂടി ഇതിന് പിന്നിലുണ്ട്. അതെന്താണെന്ന് ഭാവനയ്ക്ക് നല്ലതുപോലെ അറിയാം. മക്കളെ, ഇതുവരെ എന്റെ മോള് പറയുന്നതിനപ്പുറം ഞങ്ങൾ ആരും ഒന്നിനും നിന്നിട്ടില്ല. അതേത് കാര്യമാണെങ്കിലും അവളെന്ത് ചെയ്താലും അതിനൊരു കാരണമുണ്ട്. ഇവിടെ ഞാൻ അതേ ചിന്തിച്ചിട്ടുള്ളൂ. മറ്റുള്ള പ്രശ്നങ്ങൾ പോലെ ആണോ അമ്മ ഇവളുടെ ജീവിതം? അതെന്താ ഇവള് ചിന്തിക്കാത്തെ? അല്ലെങ്കിൽ തന്നെ സൂര്യയെ പോലെ ഇവളെ മനസ്സിലാക്കുന്ന ഒരാളെ ഇവക്കിനി കിട്ടുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അതിന് ഞാനിനി കല്യാണം എന്താ നിർത്തിക്കളഞ്ഞ്? ബാക്കി കൂടെ പറ. അതിന് നീ ഇനി വേറെ കല്യാണം കഴിച്ചിട്ട് വേണ്ടേന്നല്ലേ നീ പറയാൻ വന്നേ? അത് നീ പറയാൻ മടിക്കൊന്നും വേണ്ട. നിന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം നീ ഇനി വേറെ കല്യാണം ഒന്നും കഴിക്കില്ലാന്ന്. നീ ഇനി വേറെ കല്യാണവും കഴിക്കില്ല, സൂര്യ ഇനി സന്തോഷത്തോടെ ജീവിക്കാനും പോകുന്നില്ല. അമ്മേ, ഞങ്ങള് പോവാ. പറ്റുമെങ്കിൽ ആ സൂര്യയും കൂടെ കണ്ട് രണ്ട് പറയണം. വാ ചേട്ടാ. തിരുമേനി, വരനെയും മധുവിനെയും വിളിക്കാറായോ? അല്ല, മുഹൂർത്തത്തിന് നേരമായി. ഇനിയും സമയമുണ്ട്. പെൺകുട്ടി തയ്യാറായോ നോക്കൂ. ജയ, നീ പോയിട്ട് മനസ്സ് റെഡിയാവാൻ നോക്ക്. ഞാൻ പോയി നോക്കാം ദേവേട്ട. അവൾ അണിഞ്ഞൊരുങ്ങുന്നത് എനിക്ക് കൺകുളിർക്കെ ഒന്ന് കാണണം. ഞാനും കൂടി വരാൻ ചെയ്യേ. സേതു, ഭാവന ഇതൊക്കെ എങ്ങനെ കണ്ടോണ്ടിരിക്കും? നിങ്ങൾക്കാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലേ? ഗോവിന്ദേട്ട, നമ്മളെല്ലാരും നിസ്സായരാണ്. സകലതും നഷ്ടപ്പെട്ട് നിൽക്കുക.
ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും എല്ലാരെയും സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഭാവനയ്ക്ക് അർഹതപ്പെട്ട സൂര്യയെ മറ്റൊരാൾ തട്ടിയെടുക്കുന്നത് എങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ കഴിയും? ഇത് വിധിയാണ്. ചില സമയത്ത് ദൈവം പോലും നമ്മളെ കൈവിടും. ഒരവസ്ഥയിലെത്തും. ഇവിടെ മതി വായിച്ചേ, ഞാൻ ഇവിടെ ഇരുന്നോളാം. പൂജ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് നീ വിഷമിക്കണ്ട. അവളും ഞങ്ങളെപ്പോലെ തന്നെ നിന്റെ നന്മ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. എനിക്ക് അവളെ അറിയാം വായിച്ചേ. എന്നും എന്റെ നല്ലതിന് വേണ്ടിയേ അവളൊപ്പം നിന്നിട്ടുള്ളൂ. ഭാവനെ, സൂര്യയുടെ കല്യാണത്തിന് നീ വരണമെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും വന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ചടങ്ങിനും ഞങ്ങളെ നീ നിർബന്ധിക്കരുത്. ഞങ്ങൾ നിൽക്കില്ല. എങ്ങനെയെങ്കിലും കെട്ട് കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പോയേനെ. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിനക്കൊന്നും തോന്നരുത്. നീ സൂര്യയെ വിട്ടുകൊടുത്തതിൽ ജയനിർമ്മല എനിക്ക് സന്തോഷമേ ഉള്ളൂ. അത് ആ മുഖത്തൊന്ന് വായിച്ചെടുക്കാം. വായിച്ച എത്ര കൃത്യമായിട്ടാ ഓരോരുത്തരെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ സുഖമില്ലാത്തവരല്ലേന്ന് കരുതിയാ ഞങ്ങൾ വേർതിരിവ് കാണിക്കാത്ത. എനിക്കെല്ലാം മനസ്സിലാവും വായിച്ചേ. ഇന്നൊരു ദിവസത്തേക്ക് മാത്രം നിങ്ങൾ എല്ലാവരും എൻ്റെ ഒപ്പം നിൽക്കണം. ഇല്ലെങ്കിൽ സൂര്യയുടെ മനസ്സിനത് പ്രയാസമാവും. നിനക്കിപ്പോഴും സൂര്യയുടെ കാര്യത്തിൽ തന്നെ വേവലാതി. അതെനിക്ക് മനസ്സിലാവും. ഞാൻ പോയി സേതുവേട്ടനെ നോക്കിയിട്ട് വരാം. സൂര്യ, ഞാൻ വീണ്ടും തോറ്റുപോയി സൂര്യ. നിന്റെ അമ്മ ബുദ്ധിപൂർവം തന്നെ എന്നെ തോൽപ്പിച്ചു. ഭാവന, നമുക്കിടയിൽ വീണ്ടും ഒരു അകൽച്ച വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇവിടെ നീയാണ് എന്നെ തോൽപ്പിച്ചത്. ഇനി എന്റെ ജീവിതം എന്താവുമെന്ന് എനിക്ക് പോലും അറിയില്ല. എന്റെ ജീവിതം ഈ വീൽ ചെയറിലായിപ്പോയി സൂര്യ. ഇല്ലെങ്കിൽ ഈ നിമിഷം ഞാൻ നിന്റെ അരികിലേക്ക് ഓടി വരുമായിരുന്നു. അത്രമാത്രം വേദനയോടെയോ ഞാനിവിടെ ഇരിക്കുന്നത്. നമ്മളെ അകറ്റാൻ വേണ്ടി സ്വന്തം അസുഖത്തെ പോലും ആന്റി ആയുധമാക്കി സൂര്യ. അതൊക്കെ ഞാൻ എങ്ങനെയാ നിന്നോട് പറയേണ്ടത്? ഒരുപക്ഷെ അവസാനം ദൈവത്തിന്റെ തീരുമാനം ഇതായിരിക്കാം. എന്നും നിന്റെ നന്മ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എനിക്കറിയാം ഭാവന, നീ എന്നും എൻ്റെ നന്മ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്ന്. പക്ഷെ നീ ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് എന്ത് നന്മയാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് ഒരിക്കൽ പോലും നീ ചിന്തിച്ചിട്ടില്ല. പാവം, രണ്ടും കൂടെ നഷ്ടസ്വപ്നങ്ങൾ അയവിറക്കുകയായിരിക്കും. ഇതൊക്കെ നിന്റെ വിധിയാണ് ഭാവനെ. എന്റെ മോളെ പറ്റിച്ചതിന് സൂര്യയ്ക്കും എന്റെ 2 മക്കളെ വഴിയാധാരമാക്കിയ നിനക്കും ദൈവം തന്ന ശിക്ഷ ഇത്. അനുഭവിച്ചോ?